എത്രയോ നല്ല കഴിവുള്ള ആൾക്കാരും ആത്മാർത്ഥതയുള്ളവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇത്രയെങ്കിലും നിൽക്കുന്നത്. മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവര് സഹിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സഹനം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവര് അവർക്ക് നമുക്ക് ഈ സിവിൽ സർവീസിൽ ഓൾ ഇന്ത്യ സർവീസിന് നമുക്ക് കുറേ പ്രൊട്ടക്ഷനുണ്ട്. ഉണ്ട്. പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ ഭരണഘടന തൊട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സർക്കാർ ജീവനക്കാർ അവർ നിലപാടെടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു ട്രൈബൽ റീസെറ്റിൽമെൻറ്റിന് വേണ്ടി ഭൂമി വാങ്ങുന്ന ഒരു സ്കീമുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇടുക്കിയിലാണോ വയനാട്ടിലാണോ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഭൂമി വാങ്ങാൻ തീരുമാനിച്ച് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതിന് മുമ്പുള്ളതാണ്. അപ്പം ഞാൻ ഈ പുതിയ മറ്റേ സ്കോളർഷിപ്പ് സ്കീം തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ പുതിയ സ്കീമൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് താഴെ എല്ലാവരും ഇതിനെപ്പറ്റി ബോധവൽക്കരണം കൊടുക്കണമല്ലോ, ഇവരെ പഠിപ്പിക്കണം. ഇതാണ് പുതിയ സ്കീം, ഇങ്ങനെയാണ്, ഇത് പ്രകാരം എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടും, ആരുടെടുത്തും സ്കോളർഷിപ്പ് നോ പറയരുത്, കൊടുക്കാനാണ് ഈ സ്കീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലാതെ നോ പറയാൻ വേണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ട്രെയിനിങ് സെഷൻസ് നടത്തുകയാണ്, എല്ലാ ജില്ലകളിലും നടത്തുകയാണ്. അപ്പോൾ എറണാകുളത്തുള്ള ട്രെയിനിങ് ഇതുപോലെ നടത്തിയപ്പോഴാണ് അവിടെയുള്ള ഒരു സ്റ്റാഫ് ജില്ലാതലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു നിലപാടെടുത്തു, സത്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ടൊരു നിലപാടെടുത്തു. വളരെ സിമ്പിളായിട്ടുള്ള നിലപാടാണ്. ഒരു ഒരു ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ യോഗ്യമല്ലാത്ത ചെങ്കുത്തായ 45 ഡിഗ്രി ചരിവുള്ള റെഡ് സോണിൽപ്പെട്ട ഏത് സമയത്തും ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീഴാവുന്ന ഭൂമി വെറും പാറയായിട്ടൊക്കെയുള്ള ഒരു വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു ഭൂമി വാങ്ങിയിട്ട് കൃഷിയോഗ്യവുമല്ല, അത് ഇവരുടെ തലയിൽ ഇവരുടെ പേരും പറഞ്ഞ് വാങ്ങാനുള്ള കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു പ്രപ്പോസൽ, അത് ഇയാൾ ഫയലിൽ എതിർത്ത് എഴുതി. അപ്പോൾ തൊട്ട് ഇയാളെ ടാർഗറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ എന്നും പറഞ്ഞാണ് അദ്ദേഹം ഈ വിഷയം കൊണ്ടുവരണം. അപ്പോൾ കേട്ടപ്പോൾ അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്ന് നമുക്ക് ആദ്യം തോന്നില്ലല്ലോ. അത്രയും അങ്ങനെയൊന്നും ആരും ചെയ്യാൻ ധൈര്യപ്പെടില്ലല്ലോ. റെഡ് സോണിലെ ഭൂമി ആരെങ്കിലും എടുക്കുമെന്ന് അത് സംശയം തോന്നുന്നില്ല. പക്ഷേ അയാൾ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഈ പർട്ടിക്കുലർ ഫയൽ വിളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായിപ്പോയി. കാരണം ഈ പറഞ്ഞ എല്ലാം സത്യമായിരുന്നു.